ഞങ്ങൾ കുഞ്ഞുമക്കൾ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് ടോണി അച്ചായൻ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ പുള്ളിയെക്കുറിച്ച് വന്ന ചർച്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എന്തൊക്കെയോ തട്ടിപ്പ് നടത്തി, ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വിമർശനങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം കുൽസിത പ്രവൃത്തി ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ആ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനായിട്ട് ചില വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട്, വീട് വെച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ടോണി അച്ചായൻ. ഇപ്പോൾ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ എന്ന് തന്നെ പറയാം, ഈ ഒരു വ്യക്തിയെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തണം. പുള്ളിക്കാരൻ്റെ ആ ഒരു നല്ല ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് കൊടുത്തൊരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ടോണി അച്ചായനെതിരായിട്ട് നടക്കുന്ന സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ എല്ലാം തന്നെ. ഇപ്പോൾ അദ്ദേഹം ഒരു കുൽസിതക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഏതൊക്കെയോ പെണ്ണുങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് അലിഗേഷൻ ആ ഒരു വ്യക്തിയെക്കുറിച്ച് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പുള്ളിക്കാരൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തും. ആ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എൻ്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ചാരിറ്റിയും കാര്യങ്ങളെല്ലാം നിർത്തുവാണ്. കാരണം പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ കൊടുത്താണ് പുള്ളി ഓരോ ആൾക്കാരെ സഹായിക്കുന്നതും എല്ലാം ചെയ്യുന്നതും. അല്ലാതെ ആരുടെ കയ്യിൽ നിന്നും 10 രൂപ കാശ് ഇരന്ന് വാങ്ങിച്ചിട്ടോ ഒന്നും തന്നെയല്ല. അപ്പോൾ പുള്ളി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു ചാരിറ്റിയും കാര്യങ്ങളൊക്കെ നിർത്തുകയാണ്, ഞാനിത് ചെയ്തത് കൊണ്ടും ആരും നല്ലത് പറയുന്നില്ല, എന്നെ ആക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയാണ് വന്നിട്ട് പറഞ്ഞത്, അച്ചായനെ വെറുതെ വിടണം, അച്ചായനെക്കുറിച്ച് ആരും ഒന്നും അറിയാതെ പറയരുതെന്ന്. ആ കുഞ്ഞിനുള്ള ഒരു സാമാന്യ ബുദ്ധിയും ബോധം പോലും ഇല്ല. ഈ ഒരു മനുഷ്യനെ കരിവാരി തേക്കാൻ നടക്കുന്ന ചില ആട്ടുംതോലിട്ട ചെന്നായ്ക്കളെന്ന് പറയത്തില്ലേ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചില ആൾക്കാർക്ക് ആരെയും സഹായിക്കാനോ 10 രൂപ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യാനോ പറ്റില്ല. പക്ഷേ അത് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര കണ്ണിക്കടിയാണ്. ഉദാഹരണമാണ് ഈ ഒരു ടോണി അച്ചായനെതിരായിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും. അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് സീക്രട്ട് ഏജൻറ്റ് അരിയണ്ണൻ. അവനാണ് ഇതിൻ്റെ തലവൻ. അവൻ ആരുടെ അടുത്ത് നിന്നോ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ഒരു നാരദരമായിട്ടാണ് നമുക്കിതിനെ തോന്നുന്നത്. കാരണം കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആരെയും സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, മാനം കെടുത്താലോ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയ. ചില യൂട്യൂബേഴ്സൊക്കെ ആ ഒരു രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്, പ്രത്യേകിച്ച് ഈ സായി. കാരണം ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ പറയുന്ന സായി കൃഷ്ണയ്ക്ക് ടോണി അച്ചായനെ കൊണ്ടോ അല്ലെങ്കിൽ അയാൾ ചാരിറ്റി ചെയ്യുന്നത് കൊണ്ടോ ഒരു നഷ്ടം സായി കൃഷ്ണയ്ക്കില്ല. അവന് ഈ കാറിൽ വന്നിരുന്നിട്ട് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ പറഞ്ഞ ലക്ഷങ്ങളാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. അപ്പോൾ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കൊള്ളുക എന്ന് പറയത്തില്ല, അത് തന്നെയാണ് അവൻ്റെ അവസ്ഥ. മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു, എന്റെ പൊന്നു ചേച്ചി എന്താണെങ്കിലും ഇങ്ങനെ പോയിത്തരം കാണിക്കും. ഞാൻ സൈഡിൽ ഒരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ ടി വി അതടുത്ത സൈഡിൽ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങേര് ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നിന്ന് കുറെ ആളുകൾ മറ്റേ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നപ്പോഴത്തേക്ക് ഈ അവന്റെ സംസാരം കേട്ടാലേ അറിയാം ഈ പറയുന്ന രീതിയിലുള്ള പാന്റും ചുമന്ന ഷർട്ടും കിളിപ്പച്ച ഷൂവും അതിൽ ഫെയർ ആൻഡ് ലവ്ലിയുടെ മുകളിൽ പൗഡറും വിത്ത് ഐഷാഡോ ആൻഡ് ലിപ്സ്റ്റിക്. ഞങ്ങൾ വീട്ടിൽ കൊച്ചു പിള്ളേരെ പൗഡർ ഇട്ട് ഇറക്കുന്ന പോലെ ഞങ്ങളെ വീട്ടിൽ വന്നിരുന്നു ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഇവിടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വർഷം മുന്നേ ആ സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഈ കുടം ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കാണും, അതിന്റെ മോനെ ഇങ്ങനെ ഉള്ളതാണെന്ന് പറയുമായിരുന്നുള്ളൂ. നമ്മളത് വിട്ടാക്കാൻ ഇപ്പൊ എല്ലാവരും കുത്തിപ്പൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് നിന്നോട് അയച്ചത് എന്തോ ഇഷ്ടമായിട്ടാ നിനക്ക് മെസ്സേജ് അയക്കുന്നത്, നീ എവിടെ അടി. പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് അല്ലാട്ടോ, പുള്ളി ഭയങ്കര സെഡ്യൂസ് ചെയ്ത പോലെ ഭയങ്കര ഈ ലൈംഗിക ചുവയോടുകൂടി പറയില്ലേ, അയ്യോ അത് തൊലിഞ്ഞു. അച്ഛനെ ഞാനൊരു എന്റെ വീട്ടിലെ മൂത്ത ചേട്ടനായിട്ടാ കാണുന്നത്. പുള്ളി തിരിച്ചു പറഞ്ഞു, ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ, വേറെ ലവർ ഉണ്ടല്ലേ എന്നാ ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ എന്നും പറഞ്ഞിട്ട് പുള്ളി എല്ലാ മെസ്സേജും ഡിലീറ്റ് ഫോർ അടിച്ചേ മണ്ടിയായിട്ട്. അതുപോലെ ഫോർവേഡ് ചെയ്ത് വിട്ടായിരുന്നെങ്കിൽ പോലും ഒന്നും ആലോചിക്കുന്നില്ല. അത്രയും ബുദ്ധിയൊന്നും
പോകുന്നില്ലല്ലോ. സോ ഇതാണ് അച്ഛനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് കണ്ടോണ്ടിരുന്നപ്പോഴത്തെ ഞങ്ങൾക്ക് തോന്നിയൊരു അപ്ഡേറ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പൊന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക്. അതുപോലെ ജീവനായി പോയടി വാവേ. പുള്ളിന്റെ പരിപാടി ഇതാന്ന് അന്നേ നമുക്ക് മനസ്സിലായിരുന്നു. കാരണം ഈ വോയിസ് നോട്ട് ഞങ്ങളുടെ കോളേജ് ഫുള്ള് ഒരുപാട് ആൾക്കാർ കേട്ടതും ഞങ്ങളുടെ കുറെ മിസ്സുമാരെയൊക്കെ കേൾപ്പിച്ചതായിട്ടുള്ള വോയിസ്. കാരണം അതിനകത്ത് പുള്ളി റിപ്പീറ്റഡ് ആയിട്ട് ആ കൊച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. കൊച്ച് വളരെ ഡീസന്റ് ആയിട്ട് ആ ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിന് വേണ്ടി ആ രീതിയിലല്ല സംസാരിച്ചത്. പക്ഷെ പുള്ളി രാത്രിയായി കഴിയുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള സംസാരം, അതും പുള്ളി എല്ലാരോടും പറയുന്നതൊക്കെ ഒരേ വാക്കും ഒക്കെ തന്നെയൊക്കെയാണ്. എന്തായാലും ഈ വോയിസും ഈ ഒരു വിശദീകരണമൊക്കെ കണ്ടിട്ട് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ആ ഒരു മനുഷ്യനെ ഏതെങ്കിലും രീതിയിൽ തകർക്കണം. അതിനു വേണ്ടിയിട്ട് ആരൊക്കെയോ കൊടുത്ത കൊട്ടേഷനിൽ ചില ആൾക്കാർ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു. ആ ഒരു രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാണോ ഉള്ളത്? ഏതെങ്കിലും രീതിയിൽ ഈ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണമായിരുന്നു. ആ സമയത്ത് പ്രതികരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം കാണിച്ച് രംഗത്തേക്ക് വന്ന് പറയട്ടെ. എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? ചില വോയിസുകൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നിരുന്നിട്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും വിശ്വാസയോഗ്യമല്ല. ആ ഒരു മനുഷ്യൻ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അത് ആ ഒരു സഹായങ്ങൾ എന്തുകൊണ്ടും എന്താ പറയാ നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യനെ കുറിച്ച് ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആ ഒരു മനുഷ്യനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യൻ പുള്ളിയുടേതായ രീതിയിൽ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. വെറുതെ വിടാ ഒരു മനുഷ്യനെ. പുള്ളി ഏതെങ്കിലും രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോട്ടെ. നമുക്ക് ആർക്കും ഒരു നഷ്ടവും ഇല്ല. പുള്ളിയെ കൊണ്ട് എന്താ പറയാ ജീവിക്കുന്ന, അല്ലെ പുള്ളിയുടെ സഹായങ്ങളൊക്കെ കിട്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വന്നിരുന്ന് കുറ്റം പറയുന്നവർക്ക് ആർക്കും തന്നെ ഒരു 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 രൂപ കൊടുത്ത് ആരെയും സഹായിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ അത് പറ്റും. എന്തായാലും ഈ ഒരു മനുഷ്യനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ വന്നിരുന്നിട്ട് വളരെ മോശമായ രീതിയിലൊക്കെ കുറെ അധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം. അവിടെ പറഞ്ഞാൽ വേണ്ട വിട്ടുകളാ. ഈവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളൂ. വേറെ നടക്കുന്നേ ഉള്ളൂ. എനിക്ക് 100% ഉറപ്പുള്ളായിരുന്നു. ഇത് ആരെ കുറിച്ച് ഈ പറയുന്നറിയോ? നമ്മുടെ നന്മമരം ഈ ചെക്കൊക്കെ വലിച്ചിറങ്ങിയിട്ട് അട്ടാൻ തന്നാന്ന് പറ ബാങ്കുകാരോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ച നമ്മുടെ ടോണിച്ചായന്റെ കുറെ കോഴിത്തരങ്ങൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ വോയിസും ചിലതൊക്കെ ചില ചാറ്റുകളും ഒക്കെയാണ് നമുക്കിപ്പോൾ പുറത്തു വന്ന് കാണുന്നത്. അപ്പോൾ ശരിക്കും ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം ഇവിടെ ഒരു പെൺകുട്ടി ഒന്ന് തുറന്നു പറയാണ് ടോണിച്ചായന്റെ കയ്യിൽ നിന്ന്. നമ്മുടെ നന്മമരം, പാവപ്പെട്ടവരുടെ ദൈവം നന്മമരം, നമ്മുടെ കണ്ണിൽ ഉള്ളിയാണ് ടോണിച്ചായൻ എന്നൊക്കെ PR വെച്ച് പറയിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ മണ്ടന്മാർ ഈ വീഡിയോയുടെ അടിയിലും വന്ന് പറയും. എന്തായാലും ടോണിച്ചായന്റെ ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം ബാക്കി കൂടെ കേൾക്കാം. ആരുമല്ല, ഇപ്പം ഇവള് ആങ്കർ MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ? 4 ഇവന്റ് ചെയ്തു. 4 പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴും നിനക്ക് മെസ്സേജ് അയച്ചാൽ 3ാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. അത് പറഞ്ഞിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി കഴിയുമ്പോ അയ്യോ എന്തോ അച്ഛന്റെ ഫോണോ എന്തോ ടിവിയോ കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം എടുത്തോ കറി വെച്ചോ ഞാൻ അല്ലെങ്കിൽ അങ്ങയുടെ കോഴിത്തര സഹിക്കാൻ വയ്യ. ഇനിയിപ്പോ ടിവി ഒക്കെ എടുത്ത് വെച്ചിട്ട് എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു. എന്റെ പൊന്നു ചേച്ചി എന്താണെങ്കിലും ഇങ്ങനെ കോഴിത്തരം കാണിക്കും. ആ സൈഡിൽ ഒരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ ടിവിയാ. അതെടുത്ത് സൈഡിൽ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങേര് കോഴിത്തരം കാണിക്കും. ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നിന്ന് കുറെ ആളുകൾ മറ്റേ കൂടുവിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഈ അവന്റെ സംസാരം കേട്ടാലേ അറിയാം ഈ പറയുന്ന രീതിയിലുള്ള പാന്റും ചുമന്ന ഷർട്ടും കിളിപ്പച്ച ഷൂവും അതില് ഫെയർ ആൻഡ് ലവ്ലിയുടെ മുകളിൽ പൗഡറും വിത്ത് ഐഷാഡോ ആൻഡ് ലിപ്സ്റ്റിക്. ഞങ്ങള് വീട്ടിൽ ആരെ കൊച്ചു പിള്ളേരെ പൗഡർ ഇട്ട് ഇറക്കുന്ന പോലെ ആ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു മേക്കപ്പ്, ഇടുന്ന പാന്റിന്റെ കളറും ഷർട്ടിന്റെ കളറും ഒരു മാച്ചും ഇല്ല. ഇത് ഇട്ടോണ്ടാണ് തെരുവ് നാടകം കളിക്കുന്നത്. അച്ഛാണ്ട് അതാണ് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നുണ്ട് ഒരു തെരുവ് നാടകവും കളിക്കും.
ഇതൊക്കെ കണ്ടപ്പോഴേ വിചാരിക്കേണ്ടതായിരുന്നു ഉടായിപ്പ് ആളെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഫാൻസ് വന്നിട്ട് അവന്റെ ഒക്കെ തന്തയാണല്ലോ വന്നിട്ട് ന്യായീകരിക്കുന്ന കേൾക്കണം, നമുക്കത് റീംപ്ലേ കേൾക്കും. നിങ്ങളെ വീട്ടിൽ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഇവള് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വർഷം മുന്നേ ആ സമയത്ത് ഇവളെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങേറെ ഈ കുടം ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കാണും, ഇവ നായിന്റെ മോനെ ഇവൻ ഇങ്ങനെ ഉള്ളത്തരാന്നും പറയുമായിരുന്നു ഇവള്. നമ്മളത് വിട്ടാ കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും കുത്തിപ്പോക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത്. ഇവള് എന്തുകൊണ്ട് നിന്നോട് അയച്ചത്? എന്തോ ഇഷ്ടമായിട്ടാണ് നിനക്ക് മെസ്സേജ് അയക്കുന്നത്, നീ എവിടെ അടി? എവിടെയാണ്? പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് അല്ല കേട്ടോ, ഭയങ്കര പുള്ളി ഭയങ്കര സെഡ്യൂസ് ചെയ്ത പോലെ ഭയങ്കര മറ്റേ ഈ ലൈംഗിക ചൊവ്വയോടുകൂടി പറയില്ലേ, അയ്യോ അത് നീ തിരിച്ചയച്ചു. അച്ഛാനെ ഞാനൊരു എന്റെ വീട്ടിലെ മൂത്ത ചേട്ടനായിട്ടാ കാണുന്നത്. അപ്പൊ പുള്ളി തിരിച്ചാൽ അല്ല, പുള്ളി തിരിച്ചു പറഞ്ഞു ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ, വേറെ ലവർ ഉണ്ടല്ലേ എന്നാ ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ എന്നും പറഞ്ഞിട്ട് പുള്ളി എല്ലാ മെസ്സേജും ഡിലീറ്റ് ഫോർ അടിച്ചെന്നേ. മണ്ടിയാട്ടോ, അതുപോലെ ഫോർവേഡ് ചെയ്ത് വല്ല വിട്ടായിരുന്നെങ്കിൽ പോലും നമ്മളൊന്നും ആലോചിക്കുന്നില്ല, അത്രയും ബുദ്ധിയൊന്നും പോകുന്നില്ലല്ലോ. സോ ഇതാണ് അച്ചാനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് കണ്ടോണ്ടിരുന്നപ്പോഴത്തെ ഞങ്ങൾക്ക് തോന്നിയൊരു അപ്ഡേറ്റ്. ഇത് കണ്ടിട്ട് അച്ചായ ഞങ്ങളെ തൂക്കുമെന്ന് അറിയത്തില്ല. ഉറപ്പല്ലേ നാളെ പെണ്ണ് കേസ്, ഇപ്പൊ സൈബർ സെല്ലിൽ നിന്ന് കോള് വരും, അങ്ങനെ കുറെ ഒക്കെ വരാനുണ്ട്. ശരി, അപ്പൊ ഓക്കെ, ബൈ. അപ്പൊ ഇതാണ് നമ്മുടെ ജന്മവരെ ടോണി ചായന്റെ ഒരു ഏകദേശ സ്വഭാവം. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും എന്തൊക്കെയോ പുറത്തു വരാനുണ്ട്. ട്രോൾ പേജിലൊക്കെ ആയിട്ട് ടോണി ചായന്റെ പല വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനി അതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നന്മമരം ടോണി ചായ ശരിക്കും പെട്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ ആരാന്റെ കൊച്ചിനെ തന്തയാവാൻ നോക്കിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അതായത് ലൈഫ് മിഷനിൽ കിട്ടിയതല്ല, അച്ഛൻ പകുതി പൈസ കൊടുത്തല്ലേ പണിതെന്ന് ചോദിച്ചു. പുള്ളിക്ക് അതങ്ങ് സംഭവിച്ചിട്ട് ശരിയാണ്, ലൈഫ് മിഷനിൽ കിട്ടിയ വീടാണ്, ഞാൻ പകുതി പൈസ കൊടുത്തിട്ടുള്ളൂ, ഞാൻ പൈസ കൊടുത്തുകൊണ്ടാണ് പണി തീർന്നത് എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഒഴിയാവുന്ന ഒരു പരിപാടി ഉള്ളായിരുന്നു. അതിന് അച്ഛൻ ഓരോ സ്ഥലത്ത് വന്നിട്ട് തെരുവുനാടകം കഴിയാൻ തുടങ്ങി. അതാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയതും പലരും ഈ പരിപാടി ഏറ്റുപിടിച്ചതും ഇപ്പോൾ ഇതൊക്കെ പൊങ്ങി വന്നത്. ഇതൊക്കെ അച്ഛൻ്റെ പക്വതക്കുറവാണ്. പിന്നെ ഈ കൂടെ നിൽക്കുന്നവന്മാരല്ല എന്നും കൂടെ നിൽക്കുന്ന കാണത്തില്ല. അവന്മാരൊക്കെ ഞാനിപ്പോൾ വീടിടുമ്പോൾ തെറി വിളിക്കുന്നതല്ലാതെ അവന്മാരെ കൊണ്ടൊരു ചുക്കും ചുണ്ണാമ്പ് നടക്കാൻ പോകുന്നവന്മാരുമല്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടോണ്ട് കിടന്ന് നേളിക്കരുത്. അവന്മാരൊക്കെ കൈ കഴിഞ്ഞിട്ട് പോകാൻ ഒരു നിമിഷം മതി. എന്തായാലും അച്ഛൻ ശരിക്കും ഇപ്പോഴാണ് പെട്ടത്. മറ്റേ വിഷയം പിന്നെയും കുഴപ്പമില്ലായിരുന്നു, എങ്ങനെയൊക്കെ തടി തപ്പി പോകാമായിരുന്നു. പക്ഷെ ഈ വിഷയം അച്ഛൻ എങ്ങനെ തടി തപ്പി പോയി എന്തോ. കണ്ടല്ലോ, ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവരവരുടേതായിട്ടുള്ള ഭാവനയിൽ വന്നിരുന്നിട്ട് അങ്ങ് പറയുക. ആ ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യങ്ങളും അറിയാതെ വന്നിരുന്നിട്ട് വന്നിരുന്നങ്ങ് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കഴിഞ്ഞിടെ തന്നെ നമുക്കറിയാം, ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം ജീവൻ അങ്ങ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പേരിലാണ്? ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്തി. ആ ഒരു അവസ്ഥയിൽ ഈ ഒരു അച്ചായനും ചെയ്തു കഴിഞ്ഞാൽ ആരും മറുപടി പറയും? ഈ വന്നിരുന്ന് വിമർശിക്കുന്നവരൊക്കെ പറയുമോ? ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ സ്വന്തം പൈസ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു. അതിൻ്റെ ഇടക്ക് അതിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അയാൾ എന്തോ വലിയ തെറ്റ് ചെയ്തു, അയാൾ കുൽസിതം ചെയ്തു, മറ്റതാ മറിച്ചതാ. ഈ വന്നിരുന്ന് കുറ്റം പറയുന്ന അവന്മാരൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണോ? എല്ലാവർക്കും ഉണ്ടാവും ഇതുമാതിരി കുൽസിതവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ പിന്നെ മറ്റുള്ളവർ ഇങ്ങനെ വന്നിരുന്ന് സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുമ്പോൾ ചിന്തിക്കുക, മനുഷ്യനാണ്, ഏത് സമയത്താണ് മനസ്സ് മാറുന്നതെന്ന് അറിയത്തില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു പൊട്ട ബുദ്ധിക്ക് സ്വന്തം ജീവൻ അങ്ങ് കളയാൻ അയാൾ തീരുമാനിച്ചാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അലിഗേഷൻസ് ഒക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ ആലോചിച്ചിട്ടും കണ്ടും തിരക്കിയിട്ടും മാത്രം പറയുക.